Question number 10. A satellite orbiting in Earth is 9 times closer to Earth than Moon. What is the time period of rotation of the satellite? The rotational time period of Moon is 27 days. Okay. See, time period, square of time period is proportional to cube of semi-major axis എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ്റെ തേർഡ് ലോ. അപ്പോൾ നമുക്കിവിടെ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഇസ് അപ്രോക്സിമേറ്റ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് റൊട്ടേഷണൽ റേഡിയസ് എന്ന് എടുക്കാം. അപ്പോൾ പുതിയ സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ മൂണിൻ്റെ ടൈം പീരീഡ് അതിൻ്റെ സ്ക്വയർ 27 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പുതിയ സാറ്റലൈറ്റിൻ്റെ റൊട്ടേഷണൽ റേഡിയസ് 9 ടൈംസ് ക്ലോസറാണ്. അപ്പോൾ മൂണിൻ്റെ റേഡിയസിൻ്റെ ബൈ 9 ആണ്. മൂന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന റേഡിയസിൻ്റെ ബൈ 9 ഡിവൈഡഡ് ബൈ മൂണിൻ്റെ റൊട്ടേഷണൽ റേഡിയസ് ഹോൾ റേസ് ടു 3. അപ്പോൾ നോക്കൂ, എർത്ത് ഇതാണ്. 6 ഡിസ്റ്റൻസ് അകലെയാണ് എർത്തിനെങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനേക്കാൾ 9 ടൈംസ് ക്ലോസർ ആണെന്ന് പറയുമ്പോൾ 9 ടൈംസ് അടുത്താന്ന് പറയുമ്പോൾ എർത്തും പുതിയ സാറ്റലൈറ്റ് നമ്മൾ ഡിസ്റ്റൻസ് 6/9 അല്ല ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 6/9ൻ്റെ 9 ടൈംസ് അധികമാണ് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ മൂണിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ 9 ടൈംസ് കുറവാണ് പുതിയ സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റൊട്ടേഷണൽ റേഡിയസ് ചുമ്മാ 6/9 അല്ലേ. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ക്യൂബ് റൂട്ട് എടുക്കും, റേസ് ടു 1/3. ഇവിടെയും റേസ് ടു സ്ക്വയർ റൂട്ട് എടുക്കുക. ഇവിടെ റേസ് ടു 1/2, ഇവിടെയും റേസ് ടു 1/2. അപ്പോൾ ടി ഡിവൈഡഡ് ബൈ 27 ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 6ഉം ക്യാൻസൽ ചെയ്താൽ 1/9 ഹോൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു 1/9 റേസ് ടു 3/2. എക്സ് റേസ് ടു 3/2 എന്ന് പറയുന്നത് എക്സ് റൂട്ട് എക്സ് ആണ്. എക്സ് റേസ് ടു 3/2 എന്ന് പറയുന്നത് എക്സ് റൂട്ട് എക്സ് ആണ്. അപ്പോൾ 9 റേസ് ടു 3/2 എന്ന് പറയുന്നത് 9 റൂട്ട് 9. 9 റൂട്ട് 9 എന്ന് പറഞ്ഞാൽ റൂട്ട് 9 ഇസ് 3. അപ്പോൾ 3 × 9 27. അപ്പോൾ ഇതും 27ഉം കട്ടായി പോയാൽ നമുക്ക് കറക്റ്റ് 1 കിട്ടും. സോ 1 day ഈസ് ദ ടൈം പീരീഡ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ.